ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ ഇറോ ഇറോ. എന്തായാലും ആ ലാസ്റ്റ് ഇട്ട കുഴപ്പമില്ല കേട്ടോ. നമസ്കാരം. മീഡിയ പ്ലസ് ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. മലയാളികളെ തേടി അല്ലെങ്കിൽ ദേശീയ ആഘോഷം എന്ന ഓണാഘോഷം വീണ്ടും മലയാളികളെ തേടി എത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം 2024 ഓണാഘോഷം ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമാണ്, പ്രത്യേകിച്ചും കലാകാരന്മാരെ സംബന്ധിച്ച്. വയനാട് നടന്ന ദുരന്തം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം, പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയെ നാം സ്നേഹിക്കുന്നു, പ്രകൃതി നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതി എപ്പോഴെങ്കിലും തിരിച്ചടിക്കും എന്നതിനൊരു ഉദാഹരണമാണിത്. എന്ത് ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അത് കലാകാരന്മാരാണ്. നമുക്കറിയാം, ഓണ ആഘോഷ കാലഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഓരോ വ്യക്തികളെ പോലെ തന്നെയാണ് കലാകാരന്മാർക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കരുത് എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല കാര്യങ്ങളായിക്കോട്ടെ, ശരി. പക്ഷേ സീസൺ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓണം ആഘോഷം തുടങ്ങുമ്പോൾ ശരിക്കും കലാകാരൻ്റെ മനസ്സിലൊരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞ ഒരുപാട് കാലഘട്ടം അല്ലെങ്കിൽ ലോൺ എടുത്തും അങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള കലാകാരന്മാരുടെ യാത്ര എന്ന് പറയുന്നത്. ഈ സമയത്ത് കിട്ടുന്ന അല്ലെങ്കിൽ സീസൺ കാലഘട്ടത്തിലും പ്രത്യേകിച്ചും ഓണ സീസണിലൊക്കെ കിട്ടുന്ന ഒരു സാമ്പത്തികമാണ് കലാകാരന്മാരുടെ ഒരു വിജയം എന്ന് പറയുന്നതും. പലപ്പോഴും കഴിഞ്ഞ കോവിഡും അതിന് മുന്നേ വന്ന പ്രളയവും എല്ലാം നമ്മൾ അനുഭവിച്ചവരാണ്. സദസ്സിൽ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ ചിരിപ്പിക്കുന്നവരാണ് കലാകാരന്മാർ. അങ്ങനെ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അവരെ ആസ്വദിപ്പിക്കുന്നവരാണ് കലാകാരന്മാർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു യാത്ര മീഡിയ പ്ലസ് ചാനലിൻ്റെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം നമുക്ക് കണ്ടില്ലേ, പിറകിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പ്രിയപ്പെട്ട താരങ്ങളാണ് എനിക്ക് പിറകിലിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പേര് പൊന്നോണ മഹോത്സവം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ നിമിഷം എന്താണ്, അത് ആഘോഷിക്കുക, അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഠം. അത് പാട്ടാണെങ്കിലും കോമഡി ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ ആഘോഷിക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഇന്ന് പൊന്നോണ മഹോത്സവം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പരിചയപ്പെടുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉത്സവ ആഘോഷ വേളകളിലൊക്കെ വേദിയെ എന്താ പറയുക തകർക്കുവാൻ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാട്ടുകളിലൂടെയും ആറാടിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അതിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് ഇന്ന് എന്നോടൊപ്പം വന്നിരിക്കുന്നത്. തിരുവനന്തപുരം താണ്ഡവം ഫോക്ക് മീഡിയ ആസുര തിരയാട്ടം ടീമംഗങ്ങളാണ് ഇന്ന് എനിക്ക് പിറകെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പൊന്നോണ മഹോത്സവത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗൗരവമാവുന്നുണ്ടോ? ഇല്ല ഇല്ല, കാരണം വേദികളിലൊക്കെ നിങ്ങൾക്ക് ശരിക്കും എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. ആസുര തിരയാട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടീം താണ്ഡവം ഫോക്ക് മീഡിയ താണ്ഡവം അല്ലേ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. ചിലപ്പോഴെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോരുത്തരായിട്ട് ആദ്യം തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാം. ശരി, പേരൊന്ന് ജസ്റ്റ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടാം. റെഡി? ആൻസി. സ്വദേശം എവിടെയാണ്? കൊല്ലം കുണ്ടറ. കൊല്ലം കുണ്ടറ അല്ലേ. ശരി, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് അല്ലേ. ഒരുപാട് ഭാരിച്ച ചുമതലകളുള്ള ഒരാളാണ് അല്ലേ. ശരി, ഈ ടീം താണ്ഡവം ഈ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? കൊറോണയ്ക്കൊക്കെ മുമ്പ് തുടങ്ങിയതാ, പക്ഷെ അത് പിന്നെ ഒരു ബ്രേക്ക് ഒക്കെ വന്നു. അതിനുശേഷം വീണ്ടും ഇപ്രാവശ്യം വീണ്ടും തുടങ്ങി. ആ സമയത്ത് ഒരുപാട് വേദികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ശരി, എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. സ്വദേശം അഞ്ചലാണ്, കൊല്ലം ജില്ലയിലെ. ഉല്ലാസ് അഞ്ചൽ. അതെ, യെസ്. ഓക്കെ, നമ്മുടെ സമിതിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ശരി, സെക്രട്ടറി സ്ഥാനം എത്രത്തോളം മനോഹരമാണ് താങ്കളുടെ? എൻജോയ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പ്രോഗ്രാം കൂടെ വന്നാൽ മതി, അത്രേ വേണ്ടു അല്ലേ. ശരി ശരി, ഓക്കെ. പറയൂ, പേരെന്താണ്? നമസ്കാരം, എൻ്റെ പേര് അജിത് തോട്ടക്കേടൻ. നല്ല ബേസ് സൗണ്ട് ആണല്ലേ. ഓക്കെ, ശരി, ഓക്കെ. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ തോട്ടക്കേട് എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ശരി, 25 വർഷമായിട്ടൊക്കെ നാടൻപാട്ട് രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇവിടെ വരാൻ കഴിഞ്ഞുള്ള സന്തോഷം. 25 വർഷമായിട്ട് നാടൻ പാട്ട് മേഖലയിൽ സജീവമായിട്ട് നാടൻപാട്ട് പല ട്രൂപ്പുകളിലൂടെ പല സമിതികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ താണ്ഡവം ഫോക്ക് മീഡിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. വെരി ഗുഡ്. ഓക്കെ, പേരെന്താണ്? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കുമാർ തച്ചോണം. കല്ലറയാണ് സ്ഥലം. കല്ലറയ്ക്ക് അടുത്ത് തച്ചോണം എന്ന് പറയുന്നതാണ് എൻ്റെ സ്വദേശം.
ഞാൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 14 വർഷം കൊണ്ട് നാടൻപാട്ട് മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നൊരു പാട്ടുകാരനാണ്. എന്തായാലും ഈ ഒരു വേദിയിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദിയിലെത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താണ്ഡവം ഫോക്ക് മീഡിയ എന്ന ഈ ട്രൂപ്പിലൂടെ സഹകരിക്കാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു പവർഫുൾ ആണെന്ന് തോന്നുന്നല്ലോ അല്ലേ? ശരി, ഓക്കെ, പേര് പറഞ്ഞോളൂ. നമസ്കാരം, എൻ്റെ പേര് അന്നപൂർണ. ആ, എൻ്റെ സ്ഥലം മടവൂരാണ്, കിളിമാനൂരിനടുത്ത് മടവൂരാണ്. ശരി ശരി. ഞാനിപ്പോൾ ഒരു 10-11 വർഷത്തോളമായി നാടൻ പാട്ട് രംഗത്ത് തന്നെ ആ, സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ശരി ശരി ശരി, ഓക്കെ. ഈ വർഷം ഇതുപോലെ താണ്ഡവം ഫോക്ക് മീഡിയയിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ ഈ പ്രോഗ്രാമിലും എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇവിടെ പ്രിയപ്പെട്ട ചേട്ടൻ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ പാട്ടെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരു നാടിൻ്റെ പാട്ടാണ്, പ്രത്യേകിച്ചും കർഷകരുടെ ഒരു പാട്ടാണ്. അല്ലെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു പരിപാടിയാണ് ശരിക്കും നാടൻ പാട്ട്. അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഓർക്കസ്ട്രേഷൻ തന്നെയാണ്. പരിചയപ്പെടാം, പേരെന്താണ്? പേര് ബിജോയ്. ബിജോയ്. സ്ഥലം എവിടെയാണ്? വെള്ളനാട്. വെള്ളനാടാണ്. ബിജോയുടെ വേറെന്താണ് ജോലി ചെയ്യുന്നത്? കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാണ്. ശരി, അപ്പോൾ ജോലി തിരക്കിലിടയിലൊക്കെ ഇങ്ങനെയുള്ള കലാമേഖലയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ശരി. പുള്ളിക്കാരൻ കിടുകിട വറങ്ങി ഇങ്ങനെ വിറച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ശരി, പേര് പറയും. എൻ്റെ പേര് ആകാശ് എന്നാണ്. ആ, ആറ്റിങ്ങിലാണ് സ്വദേശം. ശരി. ഇപ്പോൾ എത്ര ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ചെറുനാളിലെ ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അല്ലേ? എത്രാമത്തെ വയസ്സിൽ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കലാമേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനം? പറയാനായിട്ട് ഒരു ഐഡിയ ഇല്ല. ചെറുനാളിൽ അച്ഛൻ തബ്ലിസ്റ്റാണ്. ആഹാ, അത് വീട്ടിലെ എല്ലാവരും ആർട്ടിസ്റ്റുകളായതുകൊണ്ട് ശരി ശരി. ആ രീതിയിൽ അങ്ങനെ അല്ലേ? ഞാൻ മെക്കാനിക്കാണ്, ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. ഓ, എവിടെയാണ്? ആറ്റിങ്ങിലെ തന്നെ. ആറ്റിങ്ങൽ തന്നെയാണ്. ഓക്കെ, പേരെന്താണ്? രഞ്ജിത്ത്. ആ, പോത്തങ്കോടാണ് സ്വദേശം. ആ, ശരി. എന്താ ജോലി എന്ന് ചെയ്യുന്നുണ്ട്? ഇത് ഞാൻ കാർപ്പൻ്ററാണ്. കാർപ്പൻ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. ഇത് ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ ഈ തകലുമായി 7-8 വർഷമാവും. 8 വർഷമായി. അപ്പോൾ കുറേ സമിതിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി ശരി, ഓക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ നാടൻ പാട്ട് എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ശരിക്കും ഒരു നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരം എന്നുള്ള രീതിയിലേക്കൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്? എന്താണ് ഈ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്താണ് അതിനെക്കുറിച്ച്? നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരുപാട് കലാരൂപങ്ങൾ പെടുന്ന ഒന്നാണ് നാടൻ പാട്ട്. അപ്പോൾ നിരവധി ആചാരാനുഷ്ഠാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷ്വൽസുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇനി വരുന്ന തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ തെയ്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും തെയ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പടയണികളുണ്ട്. ഇങ്ങനെയുള്ള ഓരോ ജില്ലയിലും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലേ വിഷ്വൽ? അതെ, ഓരോ ജില്ലയിലും ആചാരാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തപരമായിട്ടുള്ള വിഷ്വലുകളാണ് ഉൾപ്പെടുത്തുന്നത്. ശരി ശരി. അതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ വർഷം അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അല്ലേ? ശരി. കാരണം തെയ്യം എന്ന് പറയുമ്പോൾ എനിക്ക് വൈബ്രേഷൻ കുറച്ച് കൂടും. ഞാൻ കണ്ണൂരുകാരനാണ്, അപ്പം തെയ്യത്തിൻ്റെ നാടാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ എല്ലാവരും മലയാളികൾ എല്ലാവരും ഇങ്ങനെ ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായിട്ടുള്ള നിമിഷം നമുക്കൊരു ഓണപ്പാട്ടിൽ അങ്ങോട്ട് ഒരു തുടങ്ങിയല്ലോ, ഒരു വൈബ് തുടങ്ങിയല്ലോ. ശരിയല്ലേ? അതിനുശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ ഓണപ്പാട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. വിശക്കുന്നുണ്ടോ? വിശപ്പൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ട് കേട്ട് നമുക്ക് ഈ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം പൊന്നോണ മഹോത്സവത്തിൽ. റെഡി? ഓക്കെ, ഓണപ്പാട്ട്. താം തേതാരാ തക തേതക താരാ താം തേതാരാ തക തെയ്യത്തിനും താരാ താം തേതാരാ തക തേതക താരാ താം തേതാരാ തക തെയ്യത്തിനും താരാ അത്തം പൂത്തിറങ്ങി താരാ അഞ്ഞാഴിപ്പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി താരാ അഞ്ഞാഴിപ്പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദിരം പൂക്കും പോലെ. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തിരാടം പിറന്നേ ഉത്തിരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തിരാടം പിറന്നേ ഉത്തിരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ
താന്തേ താരാ തക തെയ്യത്തിനും താരാ. പണ്ടുത്തിരാടം പിറന്നേ ഉത്തിരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനെ. ചെമ്മാന പൂവിരിപ്പിൽ പണ്ടുത്തിരാടം പിറന്നേ ഉത്തിരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനെ. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തൊഴിക്കാൻ, കൊട്ടും കുരവയുണ്ട് താരാ ഒട്ടേറെ ഘോഷമുണ്ട്. എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടെന്നു തന്തൊഴിക്കാൻ, കൊട്ടും കുരവയുണ്ട് താരാ ഒട്ടേറെ ഘോഷമുണ്ട്. താന്തേ താരാ തകതൈ തകതാരാ താന്തേ താരാ തക തെയ്യത്തിനും താരാ. താന്തേ താരാ തകതൈ തകതാരാ താന്തേ താരാ തകതൈയത്തിനും താരാ. അത്തം പൂത്തിറങ്ങി താരാ അഞ്ഞഴി പൂവിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി താരാ അഞ്ഞഴി പൂവിരിഞ്ഞേ, ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദിരം പൂക്കും പോലെ. താന്തേ താരാ തകതൈ തകതാരാ താന്തേ താരാ തകതൈയത്തിനും താരാ. താന്തേ താരാ തകതൈ തകതാരാ താന്തേ താരാ തക തെയ്യത്തിനും താരാ തക തെയ്യത്തിനും താരാ തക തെയ്യത്തിനും താരാ തക തെയ്യത്തിനും താരാ. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഓണപ്പാട്ടാണ് നമ്മൾ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ല ചേട്ടാ, ഈ നാടൻ പാട്ടിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗാനമേള മെഗാ ഷോക്ക് ഉപരിയാണ് നാടൻ പാട്ടിൻ്റെ പവർ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിരവധി അനവധി ട്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ചും നാടൻ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ട്രൂപ്പുകൾ അനവധിയാണ്. ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അതിലൊരു കോമ്പറ്റീഷൻ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അല്ലേ. പല പല സമിതികളുമായി ബന്ധപ്പെട്ട് കോമ്പറ്റീഷൻ ഉണ്ടാകും. അത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കോമ്പറ്റീഷൻ മാത്രമാണ്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത എന്ന് പറയാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലും വേദികൾ കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന വേദിയിൽ എന്തെങ്കിലും അത് പറഞ്ഞ പോലെ ഈ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്ന ഒരു വ്യത്യസ്തയാണ്. എന്നാൽ മറ്റുള്ള ട്രൂപ്പിൽ നിന്നും എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ടീം താണ്ഡവം ഒന്നിങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? എന്താണ് അഭിപ്രായം? ഇപ്പം മറ്റ് സമിതികളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുമല്ല എങ്കിൽ പോലും ഇത്തവണ നമ്മൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ സമിതികളിൽ നിന്നുള്ള ഏറ്റവും മികച്ച പാട്ടുകാരെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഏറ്റവും മികച്ച പാട്ടുകാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അജിത്തേട്ടൻ കുമാർ എന്നൊക്കെ പറയുന്നത് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അത്രയും സമിതികളിൽ ഇനി നമ്മുടെ സമിതിയിലുള്ള 2 പേര് അസൗകര്യം കൊണ്ടാണ് അത് അവർ മികച്ച പാട്ടുകാർ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിഷ്വൽ ചെയ്യുന്ന ആളുകൾ, വിഷ്വൽ ചെയ്യുന്ന പയ്യനെന്ന് പറഞ്ഞാൽ പന്തളത്തുള്ളയാണ്. അത് നമ്മളൊരു കച്ചവട തന്ത്രത്തിന് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള വിഷ്വൽ മാത്രമല്ല കാണിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അന്യം നിന്ന് പോകുന്ന നമ്മുടെ പ്രാചീന കലാരൂപങ്ങളും തനത് കലാരൂപങ്ങൾ അതിൻ്റെ ഒട്ടും പഴമ ചോർന്നു പോകാത്ത രീതിയിൽ എത്രമാത്രം നമ്മളത് അതിനോടൊരു ആത്മാർത്ഥത പുലർത്തിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത്. എന്നാൽ അത്രയും മികച്ച രീതിയിലാണ് ചെയ്തു വരുന്നത്. പിന്നെ നമ്മൾ കൂടുതലും ഈ പറമ്പുകളിൽ കണ്ട് മടുത്ത വിഷ്വലുകൾ മാറ്റിയിട്ട് നമ്മൾ ഈ സീസണിൽ പ്രേക്ഷകർക്കൊരു നവ്യാനുഭവമായിട്ട് ഏറ്റവും നല്ല വിഷ്വലുകൾ അത് നമ്മൾ ചെയ്തത് വേദിയിൽ കാണിക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കാരണം ഏറ്റവും മികച്ച രീതിയിലുള്ള കലാരൂപങ്ങൾ അത് പറഞ്ഞില്ലേ, അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലുള്ള വിഷ്വലുകൾ. അത് കാണുന്ന ഒരാൾക്ക് ഈ കണ്ണിന് കുളിർമയുള്ളൂ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഏറ്റവും മികച്ച രീതിയിലുള്ള വിഷ്വൽ. അത് ഏറ്റവും കേരളത്തിലെ വിഷ്വൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഉൾപ്പെടുത്തിക്കുന്നത്. ഓർക്കസ്ട്ര ടീമും അതുപോലെ തന്നെയാണ്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നാടൻപാട്ട് പറമ്പിലെ ആളുകൾ കാണാൻ വരുന്നത് തന്നെ ഈ ചെറുപ്പക്കാർ ന്യൂ ജനറേഷനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് തുള്ളാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു എന്താ പറയുന്നത്, ഓണമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഒരു പാൽപ്പായസം തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. കാരണം നല്ല മധുരത്തോടു കൂടിയേ പറമ്പിൽ നിന്ന് ഒരാൾ എണ്ണിച്ച് വീട്ടിലേക്ക് പോകും. അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഇനിയും ഇത് കാണണം എന്നൊരു തോന്നലോട് കൂടി പോകുന്ന രീതിയിലാണ് പരിപാടി പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തതിന് ഹെഡ് എന്ന് പറയുന്നത് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള
സെന്തിൽ ചിറയൻകീഴാണ്. അദ്ദേഹമാണ് നമ്മുടെ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രോഗ്രാം ഇറക്കിയിരിക്കുന്നത്. അപ്പോഴും നമുക്കത് പറമ്പിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു എന്താ നമ്മുടെ ഒരു അത് പറയാൻ പറ്റും, കാണാൻ പോകുന്ന പൂരം അന്നേരം നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് അല്ലേ. എപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ അതേ എന്താ പറയുക ടഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സമിതി, ഇതുപോലുള്ളൊരു സമിതി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. 22ഓളം പേരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. ഈ മേഖലയിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എപ്പോഴെങ്കിലും വേദികളിൽ, പ്രത്യേകിച്ചും ഈ ഓണക്കാലഘട്ടത്തിലല്ല, അല്ലാതെ ഈ വേദികളിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചാലക്കുടിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മണിച്ചേട്ടൻ്റെ നാട്ടിലാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സ്വീകരിച്ചത്. കാര്യം ബലൂണുകൾ കൊണ്ടും അതുപോലെ തന്നെ മധുരപലഹാരങ്ങൾ കൊണ്ടും ആ വേദി നിറയുന്നൊരു സാഹചര്യം. കാര്യം ഞാൻ എത്രമാത്രം കൈനീട്ടി അവിടെ നിന്ന് മേടിച്ചിട്ടും അവരുടെ മനസ്സ് നിറഞ്ഞ ആ തരുന്ന സാധനത്തിന് വയ്ക്കാനുള്ള സ്ഥലം തികയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കലാഭവൻ മണി എന്ന് പറയുന്ന ആ അതുല്യ പ്രതിഭ എത്രമാത്രം ജനഹൃദയങ്ങളിലാണ് എന്നും കുടികൊള്ളുന്നത് എന്നെനിക്ക് മനസ്സിലായത്. കാരണം അവരുടെ സ്നേഹം അങ്ങനെയാണ് അവർ പ്രകടിപ്പിച്ചത്. അതെനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ പാടാൻ ചെന്നപ്പോൾ, അവരാവശ്യപ്പെട്ട പാട്ടുകൾ ഞാൻ പാടിയപ്പോൾ എനിക്ക് അവിടെയുള്ള ജനങ്ങൾ തന്ന സ്നേഹ നിർഭരമായ അനുഭവം. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. അത് എങ്ങനെ എവിടെ നമ്മൾ നാടൻ പാട്ട് അല്ലെങ്കിൽ ഗാനമേള എന്ത് പ്രോഗ്രാം പോയി കഴിഞ്ഞാലും ഒരാളെങ്കിലും വന്നിട്ട് പറയും മണിച്ചേട്ടൻ്റെ പാട്ട് നിർബന്ധമായിട്ടും വേണം. ഒന്നല്ല, അതിൽ കൂടുതൽ പാട്ടുകൾ. ഇനി മണിച്ചേട്ടൻ്റെ പാട്ട് മാത്രമായാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. പറഞ്ഞതുപോലെ തന്നെ മണിച്ചേട്ടനോടുള്ളൊരു സ്നേഹം. നമുക്കൊരു മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് കേട്ടാലോ? തീർച്ചയായും. 2017 അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു മെമ്മോറിയൽ അവാർഡ് കിട്ടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, ഗ്രേറ്റ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ പാടി അനശ്വരമാക്കിയിട്ടുണ്ട്. അതിനകത്തുള്ളൊരു ചെറിയൊരു പാട്ട് പാടാനുള്ള ശ്രമമാണ്. ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ നമുക്ക് പാടാൻ കഴിയില്ല. അപ്പോൾ അതിലൊരു പാട്ട് ഒന്ന് പാടാനുള്ള ശ്രമം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി, പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി, പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കേട്ട കലക്കിന്റെ കച്ചവടം. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കേട്ട കലാക്കിന്റെ കച്ചവടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കേട്ട കലാക്കിന്റെ കച്ചവടം. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. അന്നത്തെ ചന്തയിലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. മീനെ കൊണ്ട് ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനെ കൊണ്ട് ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലുകാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. പെണ്ണ് ചീരിക്കണ കണ്ണിന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണ് ചീരിക്കണ കണ്ണിന്റെ
കച്ചവടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണു ചതിക്കണ കാര്യം നേരാണ് ചന്ദന ചോപ്പുള്ള പെണ്ണു ചതിക്കണ കാര്യം നേരാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലുകരമീ ജമീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ വീടാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലുകരമീ ജമീനെ പെണ്ണിന്റെ കോട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ വീടാണേ. ആഹാ, ശരിക്കും അത്രയധികം പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ടല്ലേ മണിച്ചേട്ടൻ? അതെ, ഒരുപാട് പാട്ടുകൾ അധികം ഈ കൂടുതലും ഈ സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചേട്ടനോട് വന്ന് പറയുന്ന മണിച്ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാട്ട് മിന്നാമിനുങ്ങി എന്നുള്ള പാട്ടാണ്. ഒരു രണ്ടുപേര് വേണമെങ്കിൽ തീർച്ചയായും അത് ഞാൻ പറയാൻ പോവാണ് പാടണമെന്ന്. അതെ അതെ, അത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പാട്ട്. അതൊരു വല്ലാത്തൊരു ഫീൽ സോങ്ങുമാണ്. അതെ അതെ, അത് ഒരു വല്ലാത്തൊരു ഫീൽ ആയിട്ടുള്ള സോങ്ങാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വെയിലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ടും നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ടും നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. ശരിക്കും ഒരു വല്ലാത്ത ഫീൽ സോങ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ? അതെ, തികച്ചും. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ വേദിയിലൊക്കെ പോകുമ്പോൾ ഈ പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ആവശ്യപ്പെടാറുണ്ടെങ്കിലും ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന പാട്ടുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അതെ, പാട്ടാണ്. അതെ, അതെ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ചു പാട്ട് ഈ പാട്ടൊക്കെ. അതെ അതെ, ഇത് പക്ഷേ ചേട്ടൻ പാടുമ്പോൾ എവിടേക്കോ മണിച്ചേട്ടൻ്റെ ഒരു സൗണ്ടിനൊരു ടച്ച് വരുന്നുണ്ട് കേട്ടോ. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുന്നേ ആരെങ്കിലും? അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മളങ്ങനെ പാടി, കേട്ട് അതെ, കേട്ട് അതെ. കേട്ട് ആണ് അവരുടെ കൂടെ പാടുന്നത്. പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വേദികളിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഒരു 3 വേദിയിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആഹാ, ശരി, അദ്ദേഹം ശരി. വല്ലാത്ത റേഞ്ചാണ്. നമുക്ക് തീർച്ചയായും. ഒരിക്കലും ചെന്ന് നമ്മൾ അത് വളരെ ഭാഗ്യമായ ഒരു നിമിഷമായിട്ട് ഇപ്പോഴും കരുതുന്നു. നമുക്ക് ഞാൻ പ്രോഗ്രാം ആങ്കറിങ്ങിന് പോകുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും അദ്ദേഹം വന്ന് പറയും നമുക്ക് അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അതെ അതെ, നീ ചെയ്യടാ കുഴപ്പമില്ല, എങ്ങനെയാണ് പുള്ളിക്കാരുടെ സ്റ്റൈൽ വളരെ കൂൾ മൈൻഡിലാണ് നമ്മളെല്ലാം ഇത് ചെയ്യുന്നത്. അതെ, ഭക്ഷണം കഴിച്ചു എന്നാണ് പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം. Yes, അത് correct. നമ്മൾ കണ്ടു നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി എൻ്റെ ഈ തടിയൊക്കെ കണ്ടിട്ടാണോ ചോദിക്കുന്ന അറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ചോദ്യമാണ് ഭക്ഷണം കഴിച്ചത്. വളരെ കൂളായിട്ട് നമുക്ക് ഒരു കൂടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് തരുന്ന. ശരി ശരി. എപ്പോഴും നാടൻ പാട്ട് നമുക്ക് കാലഘട്ടം ഒരുപാട് മാറുന്നതിനനുസരിച്ച് ഈ നാടൻ പാട്ടിലും ഒരുപാട് സ്റ്റൈലിലൊക്കെ ഒരുപാട് പാട്ടുകളിലും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഈ ടീമിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. മീൻസ് വായനയുടെ സ്റ്റൈലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ നാടൻ പാട്ട് ഒരു DJ സ്റ്റൈലിലേക്ക് വന്നു തോന്നിയിട്ടുണ്ട്? പണ്ടൊക്കെ വളരെ ചുരുക്കം ഓർക്കസ്ട്രേഷനിൽ പാടുന്ന ഒരു സംഭവം, ഇപ്പോൾ ഒരുപാട് ഓർക്കസ്ട്രേഷനിൽ ഒരുപാട് നമുക്ക് ഓർക്കസ്ട്ര കാണാം. ഒരു കാലഘട്ടം മാറിയിട്ടുണ്ടോ? നാടൻ പാട്ടിലും ഒരു സ്റ്റൈല് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കറക്റ്റ് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. നാടൻ പാട്ടുകൾക്ക് തനതായ ഒരു വെർഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന കുറേ പാട്ടുകൾ അതിനെ ഒരു DJ സ്റ്റൈലൊക്കെ ആക്കി ആ പാട്ടിനെ തന്നെ വല്ലാണ്ടൊരു
രീതിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു തരത്തിൽ നോക്കിയാൽ അത് ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അത് നല്ലതാണെന്ന് പറയും. പല അഭിപ്രായങ്ങളുണ്ട്, രണ്ടഭിപ്രായങ്ങളുണ്ട്. കൊള്ളില്ല എന്നും പറയുന്നവരുണ്ട്, കൊള്ളാമെന്നും പറയുന്നവരുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്കിപ്പോൾ ഉത്സവ ആ സീസണൊക്കെ വരുന്ന സമയത്തും പ്രത്യേകിച്ചും ആൾക്കാർ ആസ്വാദനം ഇപ്പോൾ ഏത് ലെവലെത്തിയിട്ടുണ്ട്? പ്രത്യേകിച്ചും ഒരു മെഗാ ഷോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു മെഗാ ഷോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആസ്വാദനം ഏത് രീതിയിലേക്കാണ് പോകുന്നത്? ഈ പറഞ്ഞ മെഗാ ഷോ പോലെ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെയൊക്കെ സെറ്റായത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരൊരു കളർഫുള്ളാണ് ആഗ്രഹിക്കുന്നത്, കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെതായ തനതായ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ മേമ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പ്രസീത ചേച്ചിയുടെ ഒരു വരവ് നാടൻ പാട്ട് എന്ന് പറയുന്നതിന് ഒരു പുതിയൊരു മുഖം നൽകി. പിന്നീട് ആളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ട്രൂപ്പുകളൊക്കെ വൻ ഹിറ്റിലേക്ക് പോയി. പിന്നെ ഇപ്പം സ്വന്തമായിട്ട് ട്രൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. സ്ത്രീ സാന്നിധ്യം നാടൻ പാട്ടിൽ എത്രത്തോളം അല്ലെങ്കിൽ നാടൻ പാട്ട് ട്രൂപ്പിന് എത്രത്തോളം സഹകരിക്കുന്നുണ്ട്? സ്ത്രീ സാന്നിധ്യം ഒരു ട്രൂപ്പിൽ ഒരു നാടൻ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീ സാന്നിധ്യം എത്രത്തോളം പവർഫുള്ളാണ്? ഇപ്പോൾ പ്രസവിച്ച് വന്നതിന് ശേഷം തന്നെയാണെന്ന് തോന്നുന്നു. കാരണം കൂടുതൽ ആളുകളും അങ്ങനെ ഒരു സ്ത്രീകളിൽ നല്ലോണം അറിയപ്പെടുന്നൊരു നാടൻപാട്ട് കലാകാരിയിൽ പ്രശംസിച്ച് തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് ആളുകളും ഇതുപോലെ വരുന്നുണ്ട് മുമ്പിൽ. പുരുഷന്മാരോടൊപ്പം തന്നെ നിന്ന് ചെയ്യുന്നതിൽ സ്ത്രീകൾ ഒരു തുല്യത ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വൈബ് സോങ്ങിലേക്ക് പോയാലോ? ഏതാണ് പാട്ട്? ഏതാണ്? ഏതായാലും നാടൻ പാട്ട് എത്ര പാടി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. പെർഫോമൻസ് എനിക്ക് തോന്നുന്നു സ്റ്റേജിന്റെ വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ കുമാർ? ഓക്കെ. ഈ അടങ്ങിയിരുന്ന് പാടാനാണ് ബുദ്ധിമുട്ടല്ലേ? അത് ശരിയാട്ടെ. ഈ നാടൻ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പിടിച്ചു കെട്ടി പാടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുമാർ ഇപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി നമുക്ക് ഒരു കളിപ്പാട്ട് പാടാം. കളിപ്പാട്ട് അത് മംഗലം കളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. ഓക്കെ. പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, 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 പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. പന്തല് കൂടി കളിക്കാൻ എനിക്കൊരു കാതില് കാത്തോടയില്ലേ, പന്തല് കൂടി കളിപ്പാൻ എനിക്കൊരു കാതില് കാത്തോടയില്ലേ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. പന്തല് കൂടി കളിപ്പാൻ എനിക്കൊരുടുക്കുവാനൊരു തുണിയില്ലേ, പന്തല് കൂടി കളിപ്പാൻ എനിക്കൊരുടുക്കുവാനൊരു തുണിയില്ലേ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. ഉടുക്കുവാനൊരു തുണിയില്ലെങ്കിൽ പെണ്ണെ കടുംബായി ചേല തരുവേ, ഉടുക്കുവാനൊരു തുണിയില്ലെങ്കിൽ പെണ്ണെ കടുംബായി ചേല തരുവേ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. എന്നാലും വാ പെണ്ണെ പന്തല് കൂടി കളിപ്പാ, എന്നാലും വാ പെണ്ണെ പന്തല് കൂടി കളിപ്പാ, കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. പന്തല് കൂടി കളിപ്പാൻ എനിക്കൊരു കയ്യില് കരിവളയില്ലേ, പന്തല് കൂടി കളിപ്പാൻ എനിക്കൊരു കയ്യില് കരിവളയില്ലേ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. എന്നാലും വാ പെണ്ണെ പന്തല് കൂടി കളിപ്പാൻ, എന്നാലും വാ പെണ്ണെ പന്തല് കൂടി കളിപ്പാൻ, പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ, 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 പന്തല് കൂടി കളിപ്പാൻ വാ കുഞ്ഞുമണ വാട്ടിപ്പെണ്ണെ. ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, 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 ഇന്നലെ വന്ന മരുമകനോ ഒരു പൊതിക്കെട്ട് കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ ഒരു പൊതിക്കെട്ട് കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, ഇന്നലെ
ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ കാതില് കാത്തോട കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ കാതില് കാത്തോട കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ ഉടുക്കുവാനൊരു തുണി കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ ഉടുക്കുവാനൊരു തുണി കൊണ്ടുവന്നേ, ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം 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 കൊണ്ടുവന്നേ, പാടേ ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ, 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 ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നേ. ഒരു നാടൻ പാട്ട് ഇപ്പൊ പറഞ്ഞു, കല്യാണ പാട്ട്, മംഗലം കളിപ്പാട്ട്. മംഗല കളിപ്പാട്ട്. ശരി, ഇതൊരു കഥയാണ് അല്ലെ? യഥാർത്ഥത്തിൽ ഒരു കഥ പോലെ പോകുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ വന്ന മരുമകനോ എന്തെല്ലാം കൊണ്ടുവന്നു. ശരി, ഇങ്ങനെ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സെലക്റ്റീവ് ആണോ? പാട്ടുകൾ എപ്പോഴും സെലക്റ്റീവ് ആണോ? മലയാള സിനിമ പാട്ട് പാടുന്നത് പോലെ സെലക്റ്റീവ് ആയിട്ടുള്ള പാട്ടുകളാണോ പൊതുവെ നിങ്ങൾ വേദികൾ പാടുന്നത്? അല്ല, നമ്മൾ അങ്ങനെ പാടുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ് ആൾക്കാർ കൂടുതൽ. കാരണം വർഷങ്ങളായിട്ട് ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് പാടുന്ന പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എന്നാൽ പുതിയ പാട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ, കാരണം കുറച്ച് നാടൻപാട്ട് സമിതികൾ, കുറേ നാടൻപാട്ട് സമിതികളാണ് പുതിയ പാട്ടുകൾ ഇങ്ങനെ അവർ വർഷങ്ങളായിട്ട് പാടുന്ന പാട്ടാണ് വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പാട്ടൊന്നും ഇവർ കണ്ടെത്തുന്നില്ലേ, പാടുന്നില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പഠിക്കേണ്ട ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും ഓരോ നാടിനും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള പാട്ടുകളും ശൈലികളും ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. അത് നാടൻ പാട്ടിലൂടെ പഠിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ പാട്ട് ഞാനിപ്പോൾ പാടിയ പാട്ട് പാടുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും ഇത് എന്തിൻ്റെ പാട്ടാണ്, ഏത് പാട്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം നാടൻപാട്ടിനെ കുറിച്ച് അറിയാവുന്നവർ കറക്റ്റ് ചോദിച്ചിരിക്കും, മറ്റുള്ളവർ അതൊരു ആസ്വാദനമായിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ പാട്ടുകൾ, ഓരോ പാട്ടുകൾക്കും അവരുടെ ഓരോ ചടങ്ങുകൾക്കും ഓരോ തരത്തിലുള്ള പാട്ടുകളുണ്ട്. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നാടൻ പാട്ടിൽ മാത്രം ആസ്വാദനം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഒരു പാട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ പാട്ട് എന്തിനെക്കുറിച്ച് നമ്മൾ സ്വയം നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് പാടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ഈ മംഗലം കളിപ്പാട്ട് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഓരോ നാടിനും ഓരോ പാട്ടുകളാണ്. ഓരോ നാടിനും ഓരോ പാട്ടുകളുണ്ട്. നമ്മുടെ ഈ ചുറ്റുവട്ട ഈ തിരുവനന്തപുരം ഈ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് പാട്ടുകളുണ്ട്. പഴയ അമ്മമാരൊക്കെ ചോദിച്ചാൽ, അപ്പന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തിട്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരു ട്യൂൺ ചെയ്ത് ഇങ്ങനെ തിട്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇല്ല, ഇതിന്റെ ട്രഡീഷണൽ ട്യൂൺ എന്ന് വരുന്നത് കുറച്ചുകൂടെ താഴ്ന്നാണ് വരുന്നത്. അതായത് നമ്മുടെ എള്ളുള്ളേരി പാട്ടുണ്ടല്ലോ, അതും ഒരു മംഗലംകളി പാട്ടാണ്. പക്ഷെ അതിന്റെ ഒറിജിനൽ കേട്ട് കഴിഞ്ഞാൽ വേദികൾ നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റത്തില്ല. ആൾക്കാർ ആസ്വാദനം കുറയും. കാരണം അത് വേറെ രീതിയിലാണ് ആ പാട്ട്. ഇതിനെ കുറച്ചുകൂടെ നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യം പോലെ മേമ്പുടി ചേർത്ത് പിന്നെ പാടി ജില്ലകളിൽ നിന്ന് ജില്ലയായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റൂട്ട് മാറി ഇങ്ങ് പോകും. സാധാരണ ഞാനിപ്പോൾ ഈ പാട്ട് പാടിയത് ഇപ്പം ഈ ഒരു ഇതായതുകൊണ്ട് ഇങ്ങനെ പാടി. സാധാരണ ഇങ്ങനെയല്ല പാടുന്നത്. പുറത്തിറങ്ങിയിട്ട് ഈ പാട്ടിൻ്റെ ആദ്യത്തെ ആ ഒരു പോർഷൻ പാടി തീർന്നിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഓഡിയൻസുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവരോടാണ് ചോദിക്കുന്നത് ചോദ്യങ്ങൾ. അമ്മയുടെ മരുമകൻ ഇന്നലെ വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊടുത്തായിരുന്നു, വീട്ടിൽ എത്തിയായിരുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ ഞങ്ങളോട് അപ്പോൾ ഞാൻ മയക്ക് കൊടുക്കും. അപ്പോൾ അവർ പറയും ഇല്ല, മരുമകൻ വീട്ടിൽ വന്നില്ല എന്ന് പറയും. പക്ഷെ ചിലപ്പോൾ എനിക്ക് പണിയും കിട്ടിയിട്ടുണ്ട്, എനിക്ക് മരുമകൻ ഇല്ല എന്നും പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഈ ഓഡിയൻസ് നമ്മുടെ കൂടെ ലൈവായിട്ട് തോന്നും. ഇപ്പോൾ പ്രോഗ്രാം ലൈവ് ആവും. അപ്പോൾ ഒരിക്കലും നമുക്ക് പരിപാടിക്കിടയിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് വന്നാലും അത് അവരങ്ങ് സാധാരണ ലൈവാണല്ലോ, നെഗറ്റീവ് വരാം, സ്വാഭാവികമായിട്ട് വരാം. പക്ഷേ ഓഡിയൻസ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഒന്നും അവർക്ക്. പക്ഷെ നാടൻ പാട്ടിൽ ഒരിക്കലും ഓഡിയൻസ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല എവിടെയും. നാടൻ പാട്ടിൻ്റെ ഒരു പവർ ആ രീതിയിൽ ഇരുന്ന് കാണും. ഒരു 2.5 മണിക്കൂറാണെങ്കിൽ ആ 2.5 മണിക്കൂർ ഇരുന്ന് കാണുന്ന ആൾക്കാർ കാണുന്നവർ കാണും. എന്നാലും ഇതിൽ ഇപ്പം ഒരുപാട് സമിതികളുണ്ട്. ഇപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ ഒരു പാട്ട് കണ്ടെത്തുമ്പോൾ ആ പാട്ടിനെക്കുറിച്ച് അറിഞ്ഞാലല്ലേ കൊള്ളാം. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരുപാട് സമിതികൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ആൾക്കാർ ഒരു പക്ഷേ പകുതിയാവുമ്പോൾ തന്നെ ആൾക്കാർ എണിച്ച് പോകുന്നവരുണ്ടാവും.
കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ഓരോ പിന്നെ ഒരു നാടൻപാട്ട് സമിതി തുടങ്ങണം എന്നുള്ള മനസ്സിൽ തുടങ്ങുന്നവരുണ്ട്, അവരുടെ ഒരു മോഹം. അതെ, പക്ഷേ ഇത് അവരിതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രോഗ്രാം കുറയും, ആൾക്ക് ഓഡിയൻസിന് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെ വരും. ഉല്ലാസേട്ടാ, നമ്മുടെ ഈ ഇങ്ങനൊരു സമിതി തുടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് വേദികളിലും ചാനലുകളിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സെന്തിൽ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ആദ്യത്തെ ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ പ്രധാനമായും പറഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നുണ്ട്, നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ആദ്യ ഉപദേശങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു? ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഈ തവണ ഇങ്ങനൊരു സമിതി പിന്നെ പുതിയ പേരിൽ, കഴിഞ്ഞ വർഷം വരെ മറ്റൊരു പേരിലാണ് സമിതി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത്യാവശ്യം പറമ്പുകൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന പ്രോഗ്രാമായിരുന്നു. ഇത്തവണ നമ്മളിങ്ങനെ കൂടി ആലോചിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം തീരുമാനിച്ച് പുറത്ത് ഈ നാടൻപാട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെ കൊണ്ട് നമുക്ക് ഡയറക്ഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോഴും നമ്മുടെ ഭൂരിഭാഗം ആളുകളുടെ ഒരു അഭിപ്രായം വന്നത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇത്രയും സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി അത് സെന്തിലേട്ടനാണ്. സുരാജേട്ടൻ്റെ കൂടെയൊക്കെ ആ ടീമിൻ്റെ കൂടെയൊക്കെ തന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന് കേരളത്തിൽ ഇത്രയും ഓഡിയൻസിൻ്റെ പൾസറിയാവുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അത് 100% അദ്ദേഹം അത് വളരെ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടാണ്. കാരണം നമ്മൾ അദ്ദേഹം കുറേ പ്രോഗ്രാംസ് പോയി കണ്ടതിന് ശേഷം ഒക്കെ വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മുടെ പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത് ഞാൻ പറഞ്ഞില്ലേ, അത് പ്രേക്ഷകർക്ക് ഒരിക്കലും മടുക്കില്ലേ. പൈസ അവർ കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു പ്രോഗ്രാം എന്ന് വെച്ചാൽ അവരൊരിക്കലും ആ കമ്മിറ്റിക്കാർ നമ്മളോട് പറയരുത് ഈ പ്രോഗ്രാം കണ്ടിട്ട് മോശമായിപ്പോയി എന്ന് പറയുന്ന രീതിയിലല്ല അദ്ദേഹം സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അദ്ദേഹം പിന്നെ ഈ ആർട്ടിസ്റ്റുകളായിട്ട് ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ഇതൊരു കൂട്ടായ്മയാണ്. അല്ലാതെ ഒരാൾ ഡയറക്ഷൻ ചെയ്യുമെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് മാത്രം എടുത്ത കാര്യങ്ങളല്ല ഈ ട്രൂപ്പിലെ പാട്ടായാലും വിഷ്വലായാലും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വല്ല കാര്യം അദ്ദേഹം നമ്മളുമായിട്ടൊക്കെ തന്നെ പങ്കുവെച്ചിട്ട് അതിൽ കുറേ കാര്യങ്ങൾ നല്ലത് എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കും, മോശമായിട്ടുള്ള ഒരുമിച്ച് മാറ്റി വെച്ചിട്ട് ഉള്ളൊരു സംഗതി ചെയ്യുക. ഇപ്പോൾ തന്നെ നമുക്ക് സീസണിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് പ്രോഗ്രാം ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രോഗ്രാം കയറി വന്നിട്ടുണ്ട്. ഈ ഓർക്കസ്ട്രേഷൻ എത്ര പീസാണ് ഓർക്കസ്ട്ര വയ്ക്കുന്നത് ശരിക്കും? നമ്മളിപ്പം 3 പീസാണ്. 3 പീസ് തന്നെയാണ് വേദികളിലും ചെയ്യുന്നത്. ഈ കാണുന്ന ഇത് സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ വരാനുള്ളത്, നമുക്ക് 2 പാട്ടുകാർ, ഒരു ഫീമെയിൽ ഒരു മെയിൽ സിംഗറും വരാനുണ്ട്. അവർ നമ്മുടെ തുറുപ്പ് കിട്ടുകൾ തന്നെയാണ്. ഗിറ്റാർ പിന്നെ നമ്മുടെ 5ഓളം വിഷ്വൽ ചെയ്യുന്ന, ഇതിനകത്ത് വിഷ്വൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. പിന്നെ LED പ്രൊജക്ടറുണ്ട്, പ്രൊജക്ടർ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള ലൈറ്റ്, സൗണ്ട് സിസ്റ്റം ഒക്കെ. സൗണ്ട്സ് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ പറമ്പിൽ പോകുമ്പോൾ. അത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്താണ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. കാരണം മുമ്പ് ഒരു ഏജൻസിയുടെ കാര്യം പറഞ്ഞു, ഞാനൊരു ഏജന്റാണ്, പ്രോഗ്രാം ഏജന്റാണ്, ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഏജന്റാണ്. അപ്പോൾ ഏജൻസികളെ സംബന്ധിച്ച് അവർ ഇപ്പം ഏതെങ്കിലും പരിപാടി കൊണ്ട് ചെന്ന് കൊടുത്താൽ അവർ അത് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം അവർ നല്ല പ്രോഗ്രാം ആര് ചെയ്യുന്നു അത് മാത്രം കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ എല്ലാ ഏജൻസിയൊക്കെ ഉള്ളത്. അല്ലാതെ അവർ മോശമായൊരു പരിപാടി നമുക്ക് സമിതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയോ ഒന്നും അവർ ചെയ്യത്തില്ല. അവർ ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള പ്രോഗ്രാം അവർ കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഞങ്ങൾ സമിതികൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് നേരിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ പ്രോഗ്രാമിന് വരുമെങ്കിലും വരും. പക്ഷെ നമ്മളത് എടുത്താൽ പോലും ആ സ്ഥലത്തെ ഏജൻസി ആരാണ്, നമ്മൾ അവരെ കൊണ്ട് മാത്രമാണ് എഗ്രിമെന്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ കാരണം ഇതൊരു പാലമാണ്. അവരും വേണം, നമ്മളും വേണം. നമ്മളുണ്ടെങ്കിലേ അവരുള്ളൂ. ഏജൻസി ഉണ്ടല്ലേ സമിതി ഉള്ളൂ, സമിതി ഉണ്ടല്ലേ ഏജൻസി ഉള്ളൂ. അപ്പോഴ് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഏജൻസിയിൽ ഒരിക്കലും നമ്മൾ അവർക്ക് ആ പ്രോഗ്രാം കൊടുക്കാതിരിക്കത്തില്ല. കാരണം അവർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ച് നമുക്കൊരു ഏതെങ്കിലും പരിചയത്തിൻ്റെ പുറത്തൊക്കെ ആവശ്യപോലെ പ്രോഗ്രാം വരുന്ന എല്ലാം നമ്മളിപ്പോൾ എഴുതിയതൊക്കെ തന്നെ അങ്ങനെ ഏജൻസികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. കാരണം അവർക്കുള്ള തൊഴിൽ മേഖലയാണ്, അത് നമ്മളൊരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. താണ്ഡവം ഫോക്ക് മീഡിയ അത് പ്രത്യേകം ശ്രദ്ധിച്ചത് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്തും നമ്മൾ നേരിട്ട് പ്രോഗ്രാം എടുക്കത്തില്ല, ഏജൻസി മുഖേന മാത്രമാണ് ചെയ്യുന്നുള്ളൂ. മാഡം, നമുക്കിനി കുറേ പാട്ട് വിശേഷം. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാള നാ കാത്തിരുന്നേ, പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാള നാ കാത്തിരുന്നേ, ഞാനാളാന കന്നിപ്പൊണ്ണ് ഞാനും പാടാത റോജാ കണ്ണ്, ഞാനാളാന കന്നിപ്പൊണ്ണ് ഞാനും പാടാത റോജാ തണ്ട്. പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാണ് കാത്തി
കാത്തിരുന്ന് ആഹാ. പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുന്ന് നാളാന കന്നി പൊണ്ണ് നാളി പാടാത റോസാ കണ്ണ് നാളാന കന്നി പൊണ്ണ് നാളി പാടാത റോസാ കണ്ണ് വാസരടി വസലതാ അനപുഗു വിധിയടി ആസരടി വാസലതാ അനപുഗു വിധിയടി இந்த பக்கத்து அன்னையோடு நானும் பந்தயம போட வந்தே இந்த பக்கத்து அன்னையோடு நானும் பந்தயம போட வந்தே പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് വിരൽ നീട്ടി വച്ച കുത്തി ഭീമനോട് പേരെഴുതി വിരൽ നീട്ടി വച്ച കുത്തി ഭീമനോട് പേരെഴുതി ഭീമൻ ശരിയാരെന്താ നാനും വിരൽ നീട്ട കാരണമാ ഭീമൻ ശരിയാരെന്താ നാനും വിരൽ നീട്ട കാരണമാ പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് റൊട്ടിലെ എട്ടെഴുതി ഹൃദയില് മയ്യെഴുതി റോട്ടിലെ എട്ടെഴുതി ഹൃദയില് മയ്യെഴുതി നമ്മ എഴുതു നേരമെല്ലാം എൻ മനമുരുകിയാടുതമ്മ നമ്മ എഴുതു നേരമെല്ലാം എൻ മനമുരുകിയാടുതമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് ആഹാ. പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാന കാത്തിരുന്ന് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് നാളാന കണ്ണി പൊണ്ണ് നാനും വാടാത റോസാ കണ്ണ് പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുന്നേ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുന്നേ ഞാൻ ആളാന കന്നി പൊണ്ണ് നാനും വാടാത റോജാ കണ്ണ് ഞാൻ ആളാന കന്നി പൊണ്ണ് നാനും വാടാത റോജാ കണ്ണ് പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുന്നേ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുന്നേ ഞാൻ ആളാന കന്നി പൊണ്ണ് നാനും വാടാത റോജാ കണ്ണ് 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 ഒലോല കല്ലും മേലെ കയറിയിരിക്കണ കുമാ ഒലോല കല്ലും മേലെ കയറിയിരിക്കണ കുമാ അടുക്കാത്ത പെണ്ണാളെ അടിപ്പിച്ചു തന്നൊരു കുമാ അടുക്കാത്ത പെണ്ണാളെ അടിപ്പിച്ചു തന്നൊരു കുമാ എ കുമാ 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 ಮಾಲಿನಗೆರೆ ತಿರುಚುಪಟ್ಟೆ ಗೊಂಡು ಕೈಯೇ ಮಾಲಿನಗೆರೆ ಎಳ್ಳುಳ್ಳೇರಿ ಮಾಲಿನಗೆರೆ ತಿರುಚುಪಟ್ಟೆ ಗೊಂಡು ಕೈಯೇ ಮಾಲಿನಗೆರೆ കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ കാച്ചി മാലിനങ്കേരെ മാലിനങ്കേരെ കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ കാച്ചി മാലിനങ്കേരെ താരേ താരാരേ താരാരേ തനേ താരേ താരാരേ താരാരേ താരേ താരാരേ താരാരേ തനേ താരേ താരാരേ താരാരേ മാലിനഗര
മാലിനഗരത്തം കട്ടി മതും വളതുണ്ട് മാലിനഗരത്തം കട്ടി മതും വളതുണ്ട് മാലിനഗരത്തം കട്ടി മതും വളതുണ്ട് മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ മാലിനഗരിക്ക് കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ ചിക്കനന്തിരിക്ക് കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ മാലിനഗരിക്ക് കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ ചിക്കനന്തിരിക്ക് മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ എള്ളുള്ളേരി മാലിനഗേരെ തിരിച്ചു പട്ടേ കൊണ്ടുകളെ മാലിനഗരെ എള്ളുള്ളേരി മാലിനഗരെ തിരിച്ചു പട്ടേ കൊണ്ടുകളെ മാലിനഗരെ മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ മാനിനങ്കേരെ തങ്കാച്ചി കുമരനങ്കേരെ കുമരനങ്കേരെ തങ്കാച്ചി മാനിനങ്കേരെ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ താനേ താനാനേ താനാനാനേ തനേ താനേ താനാനേ താനാനാനേ. അപ്പോൾ ഇങ്ങനെ ഏതാണ്ട് 2.25 മണിക്കൂറുള്ള ഒരു യാത്രയാണ് ഇന്ന്. ഈ ഒരു ദിവസം നമുക്കറിയാം, ഈ ഓണ ദിനം നമ്മുടെ മീഡിയ പ്ലസ് ചാനലിലൂടെ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം താണ്ഡവത്തിൻ്റെ ഒരുപാട് എന്താ പറയുക വെറൈറ്റി പാട്ടുകൾ. ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ പാടിയ പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഈ മംഗലംകളി പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ തിരുവനന്തപുരത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പാട്ടുണ്ടോ? തിരുവനന്തപുരത്തിന് അതിൻ്റേതായിട്ടുള്ള അവരുടെ ഒരു ശൈലിയിലുള്ള, നമ്മുടെ ശൈലിയിലുള്ള ഒരു പാട്ടുണ്ടോ? നമ്മുടെ തിരുവനന്തപുരം ഭാഗത്ത് നമ്മുടെ ഈ തീരമേഖല പ്രദേശമുണ്ടല്ലോ, തീരമേഖല പ്രദേശത്തിന് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പാട്ടുണ്ട്. അത് നമ്മുടെ ബാനാർജി ചേട്ടനാണ് ആ പാട്ട് കണ്ടെത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് കുറച്ച് പാട്ടറിയാവുന്നു. രണ്ടുപേര് ഒന്ന് പാടാവോ? കേൾക്കാൻ ഒരാഗ്രഹം. ലോവലമ്മ ലോവേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ ഏലെ തണ്ടി ഏലേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ ലോവേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ ഏലമ തണ്ടി ഏലേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ വാല വാല ഏലേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ ഏലമ തണ്ടി ഏലേലേ ലോവലമ്മ അയ്യയ്യ ലോവലമ്മ അയ്യയ്യ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ബേസ് പാട്ടെന്ന് അത് പറയുന്നത്. ആ മേഖലയിൽ ഉള്ള ഒരു പാട്ടാണ്. കാരണം കടലിൽ ജോലിക്ക് പോകുന്നവരുടെ അവരുടെ പാട്ടാണത്. ശരി ശരി ശരി. ഈ ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ കുഞ്ഞു കുട്ടികളൊക്കെ എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് നാടൻ പാട്ട്? ഒരുപാട് നല്ല കുഞ്ഞു കുട്ടികൾക്കുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പാടുമ്പോൾ അവരെയും കൂടെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് ശരി 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 അവർക്ക് കുറച്ചുകൂടെ പരിചിതമായ പാട്ടുകളുണ്ട്. ഉണ്ട്. അല്ല, ഇപ്പോൾ ഈ പല സിനിമകളിലും നാടൻ പാട്ട് അല്ലെങ്കിൽ ഒരു പഴയ പാട്ടുകൾ നമ്മളിപ്പോൾ കേട്ട് ഗാനമേള വേദികൾ അല്ലെങ്കിൽ നാടൻ പാട്ട് ഗാനമേള വേദികളൊക്കെ കേട്ട് പരിചയമുള്ള പല പാട്ടുകളും ഇപ്പോൾ മലയാള സിനിമയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഏളുള്ളേരി എന്ന് പറയുന്നതും അങ്ങനെ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒരു സ്വന്തമായിട്ടുള്ള വരികൾ ക്രിയേറ്റ് ചെയ്ത് നാടൻ പാട്ടുകൾ വരണ്ടേ മലയാള സിനിമയിൽ? ഈ ശരിക്കും മലയാള സിനിമാ പാട്ടുകൾ എന്ന് പറയുന്നതും മലയാള സിനിമയിൽ വരുന്ന നാടൻ പാട്ടുകൾ, പക്ഷേ അതെപ്പോഴും നമ്മൾ പണ്ട് കേട്ട പാട്ടുകൾ മാത്രമാണ്. എന്തുകൊണ്ട് പുതിയ പാട്ടുകൾ മലയാള സിനിമയിൽ വരുന്നില്ല? നാടൻ പാട്ടുകൾ പുതിയ പാട്ട് വരാത്തതെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള അത്രയും സംഗീത സംവിധായകരൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായിരിക്കും കാരണം? ഈ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വാമൊഴിയായിട്ടാണല്ലോ ഈ നാടൻ പാട്ടുകളിൻ്റെ വികാസം പ്രാപിച്ചിരുന്നത്. ഇപ്പോൾ ഇന്ന് എനിക്കും താങ്കൾക്കും ഒക്കെ എഴുതാൻ സാധിക്കും. നമ്മുടെ നാടിനെ പറ്റിയാണെങ്കിലും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയാണെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയാണെങ്കിലും ഒക്കെ നമുക്ക് ഇന്നത്തെ പാടുന്ന പാട്ടുകളെല്ലാം തന്നെ വരമൊഴിയായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ രചിക്കുകയും
ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ട്യൂൺ ഇട്ടുകൊണ്ട് നമുക്ക് ഇന്ന് അങ്ങനെ പാടുന്ന ഒരുപാട് പാട്ട് ഇപ്പോൾ ഉള്ള മേഖലകളിലുള്ള എല്ലാ സമിതികളിലും അവർ തന്നെ പുതിയ പുതിയ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അവർ തന്നെ പുതിയ പുതിയ പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പോൾ ചിലത് ഹിറ്റാവും, ചിലത് അതിനിടക്ക് ഞാൻ കേട്ടൊരു നല്ല രസമുള്ളൊരു പാട്ട്, ഈ കണ്ട മാനത്ത് കണ്ട എന്നൊക്കെ പറഞ്ഞൊരു വരി, അത് യഥാർത്ഥത്തിൽ അത് പഴയൊരു പാട്ടാണോ? അത് മീൻ ക്രിയേറ്റിംഗ് എഴുത്ത് പാട്ടാണ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ് അത്. പാടുന്ന പാട്ടുകളെല്ലാം തന്നെ അങ്ങനെ വാമൊഴിയായിട്ട് വികാസം പ്രാപിച്ച പാട്ടുകളല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാടുന്ന നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ വരമൊഴിയായിട്ടുള്ള പാട്ടുകളാണ്. കാര്യം അന്നത്തെ ജനതയ്ക്ക് എഴുത്തും വായനയ്ക്കും ഉള്ള അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ജനത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുത്തും വായനയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള സൃഷ്ടികൾ അവരെന്ത് ചെയ്യും, ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമം ചെയ്യും. ഒരു ട്രൂപ്പിന്റെ വിജയം എന്താണ് യഥാർത്ഥത്തിൽ? ഒരു സ്റ്റേജ് ചെയ്ത് അതേ അടുത്ത വർഷം അതേ സ്റ്റേജിൽ വീണ്ടും ഒരു പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്നതല്ലേ യഥാർത്ഥത്തിൽ ആ ട്രൂപ്പിന്റെ വിജയം എന്ന് പറയുന്നത്? അത് തന്നെയാണ് വിജയം. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കൂട്ടായ്മ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ നമ്മുടെ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ആശയം, അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം പറഞ്ഞില്ലേ, ഒരുപാട് നാടൻപാട്ട് സമിതി ഇറങ്ങുന്നത് കൊണ്ട് പിന്നെ ഒന്നിനെ കോപ്പി അടിച്ച് ചെയ്യാതെ, കാരണം ഇവിടെയും പരിപാടി വയ്ക്കും, അടുത്തടുത്തും വയ്ക്കും. അന്നേരം ഈ ഓഡിയൻസ് തന്നെയാണ്, ഓഡിയൻസ് മാറുന്നില്ല. ഒരു അടുത്തടുത്ത അമ്പലങ്ങളിൽ പരിപാടി വയ്ക്കുമ്പോൾ ഓഡിയൻസ് ഒരിക്കലും മാറുന്നില്ല, ഇവർ തന്നെ പ്രോഗ്രാമേ മാറുന്നുള്ളൂ. പക്ഷേ അന്നേരം ഒരു പരിപാടി തന്നെ ചെയ്യാതെ നമ്മൾ പരമാവധി അതാണ് ശ്രമിക്കുന്നത്. നമ്മൾ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്ന കാട്ടി വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ് ചെയ്യുക. ശരി, വീണ്ടും ഒരു പാട്ടിലേക്ക് പോയാലോ? ഒരു പാട്ട് കൂടെ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോളേ അമ്മ വാർമുടി കെട്ടുമ്പോളേ, ആടിക്കളിക്കുമ്പോളേ വാർമുടി കെട്ടുമ്പോളേ, അമ്മ ചൂടുന്നു വെക്കുമ്പോളേ താളം പിടിക്കണട്ടാ, അമ്മ പൊൻപലം കാലിനാലേ താളം പിടിക്കണട്ടാ. ആടാട് ആടാട് ആടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. കരിയുത്തൊരു മെയ്യഴക് കരിനീല വിഴിയഴക്, കരിയുത്തൊരു മെയ്യഴക് നീല വിഴിയഴക്, നല്ല മണ്ണിഴി ചേലിനാലേ കണ്ണരം ചാർത്തണട്ടാ, അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ടാ. ആടാട് ആടാടാട് ആടാടാടാടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അരപ്പട്ടൻ ചേലിനാലേ അരക്കത്തര മണിയും, അരപ്പട്ടൻ ചേലിനാലേ അരക്കത്തര മണിയും, അമ്മ ചെഞ്ചുര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ, അമ്മ വാരിപ്പുണരുമ്പോഴേ കണ്ണ് നിറയണട്ടാ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. വടക്കുന്ന് വന്നവളെ എന്റെ നല്ലച്ചൻ പൊന്മകളെ, വടക്കുന്ന് വന്നവളെ നല്ലച്ചൻ പൊന്മകളെ, നല്ല വാഴയിലെ തുമ്പിനാലേ കള്ള തെളിക്കുമ്പോളേ എന്റെ ചേലത്ത പൂമുറ്റത്ത് വന്ന് തെളിയണട്ടാ. ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഓണം സ്പെഷ്യൽ പൊന്നോണ മഹോത്സവത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ്, ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയുള്ളത് ഉത്സവങ്ങളുടെയൊക്കെ ഒരു സീസണാണ്, ആഘോഷങ്ങളുടെ സീസണാണ്, കൂട്ടായ്മയുടെ ഒരു സീസണാണ്. തീർച്ചയായിട്ടും ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ
ആഘോഷിക്കണമെങ്കിൽ 100% സത്യസന്ധമായിട്ട് വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ടീമാണ് ടീം താണ്ഡവം. ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റുമാരാണ്. അപ്പോൾ സൂപ്പർ ഓർക്കസ്ട്രേഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല, ഗംഭീരം. ഇടക്കൊക്കെ വായിച്ചൊരു എക്സ്ട്രാ കൈന്നിട്ടതല്ലേ, അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ ഓണം ദിനത്തിൽ പ്രത്യേകിച്ചും ടീം താണ്ഡവത്തിൻ്റെ ഈ ഒരു എന്താ പറയുക പെർഫോമൻസാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ നേരത്തെ ജസ്റ്റ് എന്താ പറയുക ഒരു വെടിക്കെട്ടിനെ ഇങ്ങനെ തിരി കൊളുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി കാണണമെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കണം. നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ മഹോത്സവങ്ങളിലും ആഘോഷ ദിനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും കുറച്ചും കൂടി മേമ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട് ഇവർ വരും. ഉറപ്പല്ലേ? അടിപൊളി പാട്ടുകൾ ഇനിയുണ്ടല്ലേ, ഏതാണ്ട് 10-15 പാട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പാട്ട് അല്ലെങ്കിൽ നാടൻ പാട്ട് കേൾക്കുക എന്നതിലുപരി നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ നാടൻ പാട്ടിനെ സ്നേഹിക്കുവാനും നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ടീം താണ്ഡവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അണിയറയിലും അതുപോലെ തന്നെ വേദിയിലൊക്കെ തകർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ് ഇന്ന് പൊന്നോണ മഹോത്സവം എന്ന് പറയുന്ന ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേരുകയാണ്. അപ്പോൾ സന്തോഷം എല്ലാവർക്കും. മീഡിയ പ്ലസ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പാട്ട് നാടൻ പാട്ടുകൾ അത്രമാത്രമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കൂട്ടിയോജിപ്പിച്ച് ഒരു യാത്ര, ഒരുമിച്ച് അങ്ങനെ യാത്ര പോകാം, ഒരു ചെയിൻ സോങ് പോലെ അങ്ങോട്ട് യാത്ര പോകാം അല്ലേ? ഇഷ്ടമുള്ള നാടൻ പാട്ടിന്. അപ്പോൾ ചില വിചാരിക്കുന്നുണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടിയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി മീഡിയ പ്ലസ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഉറക്കെ പറഞ്ഞ് ഹാപ്പി ഓണം. അപ്പോൾ ശരി, ഒരു ചെയിൻ സോങ്ങോടുകൂടി നമ്മുടെ അവസാനിക്കുന്നു. കൊട്ടപ്പം കൊട്ടാങ്ങിലെ കുഴപ്പം വിളിയാങ്ങിലെ ഏലൂര് കുഞ്ഞിക്കണ്ണ കുഞ്ഞാങ്ങളെ. കൊട്ടപ്പം കൊട്ടാങ്ങിലെ കുഴപ്പം വിളിയാങ്ങിലെ ഏലൂര് കുഞ്ഞിക്കണ്ണ കുഞ്ഞാങ്ങളെ. ഇന്ന് പോകണ്ടാങ്ങിലെ നാളെ പോകണ്ടാങ്ങിലെ ഇന്നിവിടെ അന്ന് ഉറങ്ങി നാളെ പോകാം. കൊട്ടപ്പം കൊട്ടാങ്ങിലെ കുഴപ്പം വിളിയാങ്ങിലെ ഏലൂര് കുഞ്ഞിക്കണ്ണ കുഞ്ഞാങ്ങളെ. ഇന്ന് പോകണ്ടാങ്ങിലെ നാളെ പോകണ്ടാങ്ങിലെ ഇന്നിവിടെ എന്ത് ഉറങ്ങി നാളെ പോകാം. കൊട്ടപ്പം കൊട്ടാങ്ങിലെ കുഴപ്പം വിളിയാങ്ങിലെ ഏലൂര് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടേച്ച് നെട്ടിയരച്ചോളെ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടേച്ച് നെട്ടിയരച്ചോളെ. മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടിയരച്ചോളെ. അരിപ്പൊടി ജീരകവും മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലിട്ടേച്ച് നെട്ടിയരച്ചോളെ. താനെന്നെ താനതന്നെ ഓ താനേ തന്നെ താനെന്നെ താനതന്നെ താനെന്നെ താനതന്നെ ഓ താനേ തന്നെ താനേ തന്നെ താനേ തന്നെ ഓ താനേ തന്നെ താനെന്നെ താനതന്നെ ഓ താനേ തന്നെ താനെന്നെ താനതന്നെ താനെന്നെ താനതന്നെ ഓ താനതന്നെ 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 ഓ താനതന്നെ. ചതുള്ളി ചുവന്ന പെണ്ണെ ആ ചുവന്ന പെണ്ണ് റോസപ്പൂ പൂത്ത പോലെ. അലുവ ചന്തയ്ക്കു വന്ന ഞാൻ നിനക്ക് മല്ലിക പൂ വാങ്ങിത്തരാം ആ വാങ്ങിത്തരാം. താനെന്നെ താനതന്നെ ഓ താനതന്നെ താനെന്നെ താനതന്നെ താനെന്നെ താനതന്നെ ഓ താനതന്നെ 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 ഓ താനതന്നെ. 1-2 കല്ല് പതിച്ച് ആ കല്ല് വെച്ച മുക്കുത്തിയിട്ട പെണ്ണെ. അലുവ ചന്തയ്ക്കു വന്ന ഞാൻ നിനക്ക് മല്ലിക പൂ വാങ്ങിത്തരാം ആ വാങ്ങിത്തരാം. താനെന്നെ താനതന്നെ ഓ താനതന്നെ താനെന്നെ താനതന്നെ താനെന്നെ താനതന്നെ ഓ താനതന്നെ 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 ഓ താനതന്നെ. തന്നന്ന തന്നന്ന തന്നനാനോ 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 തന താനന തന്നാന തന്നനാനോ. തന്നന്ന തന്നന്ന തന്നനാനോ 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 തന താനന തന്നാന തന്നനാനോ. അന്ത കത്തേ വയനിലെ എന്നില്ലാലോ 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 ഇണക്കമുള്ള താമ്പൂലമില്ലാലോ. തന്നന്ന തന്നന്ന തന്നനാരോ 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 തനതാരന തന്നാര തന്നനാരോ. ചമ്പകമലരിനു എന്നില്ലാലോ 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 ഇണക്കമുള്ള താമ്പൂലമില്ലാലോ. തന്നന്ന തന്നന്ന തന്നനാരോ തന്നനാരോ
നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ. ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണ്, ഇന്നെന്താ യക്ഷിയമ്മോ തുള്ളാതിരിക്കണ്. തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ. തുള്ളരുതേ തുള്ളരുതേ നീ കൊക്കരകോശ പിശാചുകളെ, തുള്ളരുതേ തുള്ളരുതേ നീ കൊക്കരകോശ പിശാചുകളെ, തുള്ളരുതോ തുള്ളരുതോ നീ കൊക്കരകോശ പിശാചുകളെ, തുള്ളരുതോ തുള്ളരുതോ നീ കൊക്കരകോശ പിശാചുകളെ. തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ. ആന്തരുതേ ചീന്തരുതേ നീ ചീന്തിച്ചോര കുടിക്കരുതേ, ആന്തരുതേ ചീന്തരുതേ നീ ചീന്തിച്ചോര കുടിക്കരുതേ. ആന്തരുതോ ചീന്തരുതോ നീ ചീന്തിച്ചോര കുടിക്കരുത്, ആന്തരുതോ ചീന്തരുതോ നീ ചീന്തിച്ചോര കുടിക്കരുതോ. തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ തന്നന്ന നാനോ താനി നാനോ. കുട്ടനാട മുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേ, ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ. കുട്ടനാട മുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ, ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ. വരവേൽക്കാൻ ആളു വേണം, കോടി തോരണങ്ങൾ വേണം, വിജയശ്രീ ലളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ, ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ. വരവേൽക്കാൻ ആളു വേണം, കോടി തോരണങ്ങൾ വേണം, വിജയശ്രീ ലളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ, ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ, പുന്നമടക്കായലിലെ ഓളത്തുള്ളിയേ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ, പുന്നമടക്കായലിലെ ഓളത്തുള്ളിയേ. വള്ളംകളി പട്ടുമായി മൊത്തക്കൂടകൾ, കായലോരത്തണഞ്ഞല്ലോ ചുണ്ടൻ വള്ളങ്ങൾ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ, പുന്നമടക്കായലിലെ ഓളത്തുള്ളിയേ. ഓദിത്തി താരാദിത്തിത്തേ, ഓദിത്തി താരാദിത്തിത്തേ ഇതിത്തേ ഇതകതേതോ, ഓദിത്തി താരാദിത്തിത്തേ, ഇതിത്തേ ഇതകതേതോ. ഓദിത്തി താരാദിത്തിത്തേ, ഇതിത്തേ ഇതകതേ, 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 ഓദിത്തി താരാദിത്തിത്തേ.